അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നോക്കാം. നസിലു ബിൽ മുനാസിബി ദാലിക തിൽക. അപ്പോൾ താഴെ 5ഓളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ദാലിക എന്നാണെങ്കിൽ ആദ്യത്തിൽ ദാലിക എന്ന് ചേർത്ത് കൊടുക്കുക, തിൽക എന്നാണെങ്കിൽ തിൽക എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ദാലിക എന്ന് പറഞ്ഞാലും തിൽക എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. രണ്ടിനും അത് എന്നർത്ഥമാണ്. ഇത് എന്നതിന് ഹാദ, ഹാദിഹി എന്ന് നമ്മൾ പഠിച്ചു. തിൽക എന്ന് പറഞ്ഞാലും ദാലിക എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? അത് എന്നാണ് അർത്ഥം വരുന്നത്. അത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് ചോദ്യം? ഡാഷ് ഹവ്വാമത്തുൻ. ഹവ്വാമത്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹെലികോപ്റ്റർ എന്നാണ്. ഹവ്വാമത്തുൻ ഹെലികോപ്റ്റർ. അപ്പോൾ അവസാനം തുൻ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഹവ്വാമത്തുൻ. അപ്പോൾ തുൻ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീലിംഗത്തിന് കൊടുക്കേണ്ടത് ഏതാണ്? തിൽക എന്നുള്ളതാണ്. അപ്പം അവിടെ തിൽക ഹവ്വാമത്തുൻ എന്നതിനർത്ഥം അത് ഹെലികോപ്റ്റർ ആകുന്നു. ഇനി അടുത്തത് ഡാഷ് ഖാറൂറത്തുൻ. ഈ ഖാറൂറത്തുൻ എന്നതിൻ്റെ അവസാനവും താ വന്നിട്ടുണ്ട്, തുൻ എന്നുള്ളത്. അപ്പോൾ അതേതാണ്? അതും സ്ത്രീലിംഗത്തിനാണ്. അപ്പോൾ സ്ത്രീലിംഗത്തിന് നമ്മൾ തിൽക എന്നാണോ ദാലിക എന്നാണോ കൊടുക്കുക? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് തിൽക എന്നാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെയും എന്താണ് വരേണ്ടത്? തിൽക ഖാറൂറത്തുൻ എന്നാണ്. ഖാറൂറത്തുൻ എന്നതിൻ്റെ അർത്ഥം കുപ്പി എന്നാണ്. അപ്പോൾ തിൽക ഖാറൂറത്തുൻ എന്ന് പറഞ്ഞാൽ അത് കുപ്പിയാണ്, അല്ലെങ്കിൽ അത് കുപ്പിയാകുന്നു. ഇനി മൂന്നാമത്തത് ദാലിക അനാനാസുൻ. അനാനാസുൻ എന്നതിൻ്റെ അവസാനം ഒരു താവും ഇല്ല. അപ്പോൾ അത് എന്താണ്? അതാണ് നമ്മൾ മെയിനായിട്ടൊന്ന് നോക്കേണ്ടത്. ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ചാൽ മതി. തുൻ എന്ന് വരുന്നത് എന്താണ്? സ്ത്രീലിംഗമാണ്. തുൻ എന്നില്ലാത്തത് എന്താണ്? പുല്ലിംഗമാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന ഏതാണ്? ദാലികയാണ്. സ്ത്രീകൾക്ക് തിൽക എന്നുള്ളതും. അപ്പോൾ ഇവിടെ ദാലിക അനാനാസുൻ എന്നാണ് അർത്ഥം വരിക. അനാനാസുൻ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ, കൈതച്ചക്ക എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അനാനാസുൻ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ. അപ്പം അവിടെ വേണ്ടത് ഏതാണ്? ദാലിക എന്നുള്ളതാണ്. അപ്പം ദാലിക അനാനാസുൻ, അത് കൈതച്ചക്കയാകുന്നു, അല്ലെങ്കിൽ അത് പൈനാപ്പിൾ ആകുന്നു. ഇനി നാലാമത്തത് ഏതാണ്? ഡാഷ് നാറജീലുൻ. നാറജീൽ എന്ന് പറഞ്ഞാൽ നാളികേരം, തേങ്ങ എന്നൊക്കെ പറയും അല്ലേ? നാളികേരം. അപ്പം ദാലിക നാറജീലുൻ, അതിൻ്റെ അവസാനവും എന്തില്ല? താ ഇല്ല. അപ്പം അതെന്താണ്? പുല്ലിംഗമാണ്. പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നതാണ് ഇത് ദാലിക. അപ്പം അത് നാളികേരമാകുന്നു എന്നെങ്ങനെയാണ് പറയുക? ദാലിക നാറജീലുൻ. ഇനി അഞ്ചാമത്തത് ഡേഷ് ഫുർഷത്തുൻ. അപ്പോൾ ഫുർഷത്തുൻ എന്നതിൻ്റെ അവസാനം എന്ത് വരുന്നുണ്ട്? താ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? സ്ത്രീലിംഗമായിരിക്കും. അപ്പോൾ അവിടെ ഏതാണ് കൊടുക്കേണ്ടത്? തിൽക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ തിൽക ഫുർഷത്തുൻ എന്നാണ് വരിക. അർത്ഥം അത് ബ്രഷ് ആകുന്നു. ഫുർഷത്തിൻ്റെ അർത്ഥം ബ്രഷ് ആകുന്നു. അപ്പോൾ ആദ്യത്തേത് തിൽക ഹവ്വാമത്തുൻ, രണ്ടാമത്തേത് തിൽക ഖാറൂറത്തുൻ, മൂന്നാമത്തേത് ദാലിക അനാനാസുൻ, നാലാമത്തതും ദാലിക നാറജീലുൻ, അഞ്ചാമത്തേത് തിൽക ഫുർഷത്തുൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തതിൻ്റെ അർത്ഥം തിൽക ഹവ്വാമത്തുൻ എന്നുള്ളതിൻ്റെ അർത്ഥം അത് ഹെലികോപ്റ്ററാണ്. രണ്ടാമത്തത് തിൽക ഖാറൂറത്തുൻ എന്നുള്ളത് അത് കുപ്പിയാണ്. മൂന്നാമത്തത് ദാലിക അനാനാസുൻ, അത് പൈനാപ്പിളാണ്. നാലാമത്തത് ദാലിക നാറജീലുൻ, അത് നാളികേരമാണ്. അഞ്ചാമത്തത് തിൽക ഫുർഷത്തുൻ, അത് ബ്രഷാണ്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. നുൻഷി ഉൽ അസ്ഇലത്തു കമാ ഫിൽ മിസാലി. അപ്പം അവിടെ ഓരോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ? 5ഓളം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസറും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്? ചോദ്യമാണ്. ആൻസർ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കേണ്ടത് ചോദ്യമാണ്. ഉത്തരത്തിന് ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം അതിനൊരു ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട്. സയ്യാറത്തുൻ മാ ഹാദിഹി, ഇത് എന്താകുന്നു? മാ ഹാദിഹി, ഇതെന്താകുന്നു? അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാകുന്നു. അപ്പോൾ അതേ ഒരു ഉത്തരമാണ് രണ്ടാമത്തേത്. ഹാദാ കലമുൻ, ഇത് പേനയാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക?
ഇത് എന്താണ്. അപ്പം ഇത് എന്താണ് എന്ന് പറയുമ്പോൾ മാ ഹാദ എന്നാണ് വരിക. അവിടെ ഹാദിഹി എന്ന് വരാത്തതിൻ്റെ കാരണം എന്താണ്? കലമുൻ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ എന്തില്ല? താ ഇല്ല. പക്ഷേ മേലെ തൊട്ട മുന്നേ കാറിൻ്റെതിന് നമ്മൾ ഹാദിഹി എന്ന് പറഞ്ഞു. ഈ സയ്യാറത്തുൻ എന്നതിൻ്റെ അവസാനം എന്തുണ്ട്? താ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഹാദിഹി എന്ന് വന്നു. അപ്പം ഇവിടെ ഹാദ വന്നില്ല. കാരണം ഇതെന്താണ്? പുരുഷൻ ഉപയോഗിക്കുന്ന പുല്ലിംഗമാണ്. മാഹാദ എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. മാഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്താകുന്നു. അതിൻ്റെ ഉത്തരം ഹാദ കലമുൻ, ഇത് പേനയാകുന്നു. ഇനി അടുത്തത് രണ്ടാമത്തത് ഹാദ ലൗഹുൻ, ഇത് സ്ലേറ്റ് ആണ്. ലൗഹ് എന്ന് പറഞ്ഞാൽ സ്ലേറ്റ്. ഹാദ ലൗഹുൻ, ഇത് സ്ലേറ്റ് ആണ്. അപ്പം അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? മാ ഹാദ, ഇത് എന്താകുന്നു. അപ്പം അവിടെ മാ ഹാദ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് ഹാദിഹി ദറാജത്തുൻ. ഹാദിഹി ദറാജത്തുൻ, ഇതെന്താണ്? സൈക്കിളാണ്. ഹാദിഹി ദറാജത്തുൻ, ഇത് സൈക്കിളാണ്. അപ്പം അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? ഇത് എന്താകുന്നു എന്ന് വരും. അപ്പോൾ ഇവിടെ മാ ഹാദിഹി എന്ന് എഴുതി കൊടുക്കുക. മാ ഹാദിഹി എന്ന് എഴുതുക. ഇനി അടുത്തത് നാലാമത്തത് തിൽഖദാറുൻ, അത് വീടാകുന്നു. ഇത് എന്നല്ല അർത്ഥം വരുന്നത്, അത് വീടാകുന്നു. തിൽക്ക എന്നതിൻ്റെ അർത്ഥം അത് വീടാകുന്നു. അപ്പം അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? അത് എന്താണ് എന്ന് വരും. അതിൻ്റെ അറബി മാ തിൽക്ക, അത് എന്താകുന്നു. അതിൻ്റെ ഉത്തരമാണ് ഏത്? തിൽക്ക ദാറുൻ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം ഒന്ന് നോക്കാം. നുഅരിബു, അറബിയിലാക്കാനാണ്. അപ്പം കുടയുടെ അറബി എന്താണ്? ഷംസിയത്തുൻ. അപ്പം ഷംസിയത്തുൻ എന്ന് പറഞ്ഞാലാണ് എന്തർത്ഥം? കുട എന്നർത്ഥം വരുന്നത്. രണ്ടാമത്തത് നിസ്കാരപ്പായ, സജ്ജാദത്തുൻ. നിസ്കാരപ്പായക്ക് സജ്ജാദത്തുൻ എന്നാണ് പറയുക. ഇനി മൂന്നാമത്തത് പമ്പരം. പമ്പരത്തിന് എന്താണ് അറബിയിൽ പറയുക? ദുവ്വാമത്തുൻ. ദുവ്വാമത്തുൻ എന്നുള്ളതാണ് പമ്പരം. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. വാക്കർ. ഈ അസുഖമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പിടിച്ചു നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനാണ് വാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കർ എന്നതിൻ്റെ അറബിയാണ് ഇത് മഷായത്തുൻ. എന്താണ്? മഷായത്തുൻ. അപ്പോൾ കുടക്ക് ഷംസിയത്തുൻ, നിസ്കാരപ്പായക്ക് സജ്ജാദത്തുൻ, പമ്പരത്തിന് ദുവ്വാമത്തുൻ, വാക്കറിന് മഷായത്തുൻ. ഇനി നുത്തർജിമു. അപ്പോൾ താഴെ മൂന്നോളം അറബി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അറബി മലയാളത്തിലേക്ക് തർജിമ ചെയ്യാം. ഏതാണ്? തിൽക്ക മിറഅത്തുൻ, അത് കണ്ണാടിയാകുന്നു. തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. അപ്പം അത് കണ്ണാടിയാകുന്നു. മിറഅത്ത് പറഞ്ഞാൽ എന്താ? കണ്ണാടി. അപ്പം തിൽക്ക മിറഅത്തുൻ, അത് കണ്ണാടിയാകുന്നു. ഇനി മൂന്നാമത്തത് തിൽക്ക ഹഖീബത്തു ഉഖ്തി, അത് എൻ്റെ സഹോദരിയുടെ ബേഗാകുന്നു. അത് എൻ്റെ സഹോദരിയുടെ ബേഗാകുന്നു. ഇനി മൂന്നാമത്തത് സഹാബുൻ, മേഘം. സഹാബുൻ അർത്ഥം മേഘം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.